ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പറയുന്നു, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് കോഡ് ഓഫ് കണ്ടക്ട് മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഏത് മതമായാലും ജാതിയായാലും നാളെ ഒരു ദിവസം, ഒരു സംശയമാണ്, നാളെ ഒരു ദിവസം ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ പടച്ചോൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? അല്ല, എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? രഞ്ജിനിയുടെ യുവമനസ്സ് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം ആയി. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ ഇതെല്ലാം മറച്ചു ജീവിച്ചു, ആണുങ്ങളാണെങ്കിൽ പിന്നെ പടച്ചോന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചു. അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നാളൊരു ദിവസം പടച്ചോൻ വന്നിട്ട് പറയാണ്, ഞാനിതൊന്നും പറഞ്ഞില്ലായിരുന്നു, പോയത്തക്കാരെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ എന്തായിരിക്കും നമ്മുടെ ഉത്തരം എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉത്തരമുണ്ട്. എന്താന്ന് വെച്ചാൽ, ദൈവം പറഞ്ഞു എന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളാരും ദൈവികമായ നിയമങ്ങൾ അനുസരിക്കുന്നത്. ദൈവം പറഞ്ഞു എന്ന 100% ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെ ബോധ്യം കിട്ടിയത്? അതെ, ദൈവികമായ നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കാൻ ഇസ്ലാമിന് മുന്നോട്ട് വെക്കുവാനുള്ള പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഇതിൽ പരിശുദ്ധ ഖുർആൻ പടച്ചവന്റെ വചനങ്ങളാണ്, തിരുസുന്നത്ത് പ്രവാചകന്റെ ജീവിതചര്യയാണ്. അത് പടച്ചവന്റെ വചനങ്ങളെ എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് പടച്ചവൻ തന്നെ പഠിപ്പിച്ചതനുസരിച്ച് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആൻ, ദൈവിക വചനങ്ങൾ, ഇത് ഒരു കേവല വിശ്വാസമാണോ? ഇസ്ലാം പറയുക, ഒരു കേവല വിശ്വാസം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനെ നിങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം പരിശോധിച്ചുറപ്പ് വരുത്തി പരിശുദ്ധ ഖുർആൻ ദൈവികമാണോ എന്ന് ഉറപ്പ് വരുത്തി സ്വീകരിക്കുക എന്നാണ്. ഖുർആൻ 2 മാർഗങ്ങൾ വിശദീകരിക്കുന്ന കാര്യത്തിൽ ഖുർആൻ പറയുന്നു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ വചനം, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. നാം നമ്മുടെ ദാസന് അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും കൊണ്ടുവരിക. ദൈവം വിളിച്ച് നിങ്ങൾക്ക് ആരെയൊക്കെ സഹായികളായി വിളിക്കാൻ കഴിയുമോ എല്ലാവരെയും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ നടത്തിയതാണ് ഈ വെല്ലുവിളി. ഖുർആനിൽ ഏറ്റവും ചെറിയൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ. അത് വെച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് ഇത് ദൈവികമാണ് എന്നതിന് തെളിവാണത് എന്നാണ്. രണ്ടാമതായി ഖുർആൻ പറയുന്നത്, തീർച്ചയായും ഈ ആദ്യത്തെ വെല്ലുവിളിയുടെ അർത്ഥം അറിയണമെങ്കിൽ അറബി ഭാഷ അറിയണം. ഭാഷ അറബിയിലാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതറിയാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കൊണ്ട് രഞ്ജിനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഖുർആന്റെ വെല്ലുവിളിയെ നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, സട്ടാവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളം വൈരുദ്ധ്യം, അബദ്ധം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ വൈജ്ഞാനികമായ നിലവാരം എന്തായിരുന്നു എന്ന് രജ്ഞിനിക്ക് പറഞ്ഞു തരേണ്ടതില്ല. വൈജ്ഞാനികമായി ലോകം, ശാസ്ത്രം എന്നല്ല ഇന്ന് നമ്മൾ പറയുന്ന ഒരു വിജ്ഞാന ശാഖയുടെ പ്രാഥമിക പടിയിൽ പോലും എത്തിയിരുന്നില്ല. ഗ്രീക്കുകാർക്കിടയിൽ കുറച്ചെല്ലാം വിവരമുണ്ടായിരുന്നു, ഭാരതീയർക്കിടയിൽ കുറച്ചെല്ലാം നക്ഷത്ര ഗോളങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു, വൈദ്യശാസ്ത്രം പഠിച്ചിരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ ലോകം ഇരുട്ടിലായിരുന്ന സമയം. ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. അതിൽ ആകാശഗോളങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്, ഭൂമിയെക്കുറിച്ച് പരാമർശമുണ്ട്, ഭൂമിയിലെ ജീവജാലങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്,
ആകാശത്തിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വാൽനക്ഷത്രങ്ങളെയും കാറ്റിനെയും സമുദ്രത്തെയും സമുദ്രത്തിലെ തിരമാലകളെയും മിന്നൽപ്പിണരുകളെയും ഇടിമിന്നലിനെയും സ്വഭൂമിയിലെ സസ്യലതാദികളെയും ജന്തുജീവജാലങ്ങളെയും മനുഷ്യനെയും മനുഷ്യന്റെ ഭ്രൂണ പരിണാമത്തെയുമെല്ലാം കുറിച്ചുള്ള പരാമർശങ്ങൾ. ഈ പരാമർശങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു നിരക്ഷരന്റെ നാവിലൂടെയാണ് ലോകം കേൾക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പരാമർശങ്ങളിൽ ആധുനിക ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലൂടെ വെളിവിലൂടെ നോക്കുമ്പോൾ തീർച്ചയായും അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അബദ്ധങ്ങൾ ഉണ്ടായേ തീരൂ. എത്ര വലിയ ബുദ്ധിജീവിയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞതെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായേ തീരൂ. എന്നാൽ അത്ഭുതകരം, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു സൂക്ഷ്മമായ അബദ്ധമെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. സൂക്ഷ്മമായ രഞ്ജനിക്ക് പരിശോധിക്കാം, നമുക്കാർക്കും പരിശോധിക്കാം. പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. ഭൗതിക ശാസ്ത്രമാണ് എന്റെ വിഷയം. ഫിസിക്സിന്റെ ഭാഗമാണല്ലോ കോസ്മോളജിയും അസ്ട്രോണമിയുമെല്ലാം. കോസ്മോളജിയിൽ 920കളുടെ അവസാനം വരെ നിലവിലുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്. ഈ പ്രപഞ്ചം എന്നും ഇതേപോലെയുള്ളതാണെന്നുള്ള വിശ്വാസം. യൂണിവേഴ്സ് ഈസ് സ്റ്റാറ്റിക് എന്നായിരുന്നു. ന്യൂട്ടന്റെ തിയറിക്കിടെ എല്ലാം അടിസ്ഥാനം അതാണ്. ഐൻസ്റ്റൈന്റെ 2 ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനം അത് തന്നെയാണ്. ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെയുള്ളതാണ് എന്നർത്ഥം. 1929 എഡ്വിൻ പി ഹബിൾ എന്ന കോസ്മോളജിസ്റ്റ്, അദ്ദേഹം നക്ഷത്രങ്ങളെ കുറിച്ച് നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോ അത്ഭുതകരമായൊരു പ്രതിഭാസം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റെഡ് ഷിഫ്റ്റ് എന്നാണ് അതിന് പറയാ. നക്ഷത്രങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കി. ഗാലക്സികളെ നമ്പർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സിദ്ധാന്തം പുറത്തുവിട്ടു. അതിങ്ങനെയാണ്: ഈ പ്രപഞ്ചം അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം സ്റ്റാറ്റിക് അല്ല, പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ബലൂണിലെ പുള്ളിക്കുത്തുകൾ പരസ്പരം അകലുന്നത് പോലെ, ബലൂൺ വീർപ്പിക്കുമ്പോൾ ബലൂൺ വികസിപ്പിക്കുമ്പോൾ പരസ്പരം അകലുന്നത് പോലെ നക്ഷത്രക്കൂട്ടങ്ങളാകുന്ന ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം പ്രപഞ്ചം മൊത്തത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക പ്രപഞ്ച മാതൃക നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഐൻസ്റ്റൈൻ അടക്കം ഇത് അംഗീകരിച്ചില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ എഡ്വിൻ പി ഹബിളിന്റെ നിരീക്ഷണത്തിന് നിദാനമായി അദ്ദേഹം തന്നെ പറഞ്ഞ 3 കെൽവിൻ റേഡിയേഷൻ കണ്ടെത്തിയതോടുകൂടി ലോകം മൊത്തത്തിൽ അത് അംഗീകരിച്ചു. കോസ്മോളജി ഇന്ന് അംഗീകരിച്ചു. ഇന്ന് കോസ്മോളജിയുടെ രംഗത്ത്, അസ്ട്രോണമിയുടെ രംഗത്ത് നടക്കുന്ന പരീക്ഷണങ്ങളെല്ലാം പ്രപഞ്ച വികാസ തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബാങ് തിയറി എന്ന തിയറി ഉണ്ടായത്. പ്രപഞ്ചം മൊത്തത്തിൽ കാലത്തിലൂടെ പിന്നോട്ട് പോയാൽ 1400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം മൊത്തത്തിൽ ഒരു കോസ്മോളജിക്കൽ എഗ്ഗായിരുന്നു. അത് പിന്നീട് പൊട്ടിത്തെറിച്ചിട്ട് ആണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്നുമുള്ള സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത്. ഖുർആനിൽ പ്രപഞ്ചത്തെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ഒരു സ്ഥലത്തെങ്കിലും ഖുർആൻ പ്രപഞ്ചം മാറ്റമില്ലാത്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ അബദ്ധമാണെന്ന് നമുക്ക് പറയാമായിരുന്നു. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തുൽ ദാരിയാത്തിലെ 47-ാമത്തെ വചനം നോക്കുക നിങ്ങൾ. തീർച്ചയായും നമ്മുടെ ശക്തി കൊണ്ട് നാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ ഖുർആനിലൂടെ പറയുന്നതായി ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ പറഞ്ഞു: അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനം. സത്യനിഷേധികൾ അറിയുന്നില്ലേ, ഈ പ്രപഞ്ചം ആകാശ ഭൂമികളിലെല്ലാം ഒന്നിച്ച് ഒരു പിണ്ഡമായിരുന്നു എന്ന്, ഒരുമിച്ചായിരുന്നു എന്ന്, പിന്നീട് നാമാണ് അതിനെ വേർപ്പെടുത്തിയത് എന്നും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഖുർആൻ പരിശോധിക്കാം. ഏത് ഡിക്ഷണറി വെച്ചും ഖുർആൻ പരിശോധനയ്ക്ക് വിധേയമാക്കാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥത്തിൽ ഇത്ര കൃത്യമായി എങ്ങനെയാണ് പരാമർശങ്ങൾ ഉണ്ടാവുക? അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ:
ഇത് സൃഷ്ടികർത്താവിൽ നിന്നുള്ളതാണ് എന്ന ഉത്തരം. അതോടൊപ്പം തന്നെ അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ ഖുർആൻ നിലനിൽക്കുന്നു. മനുഷ്യരുടെ കൈകടത്തലുകൾ ഒരിക്കലും അതിൽ നടന്നിട്ടില്ല. ചരിത്രപരമായി തെളിയിക്കപ്പെടാൻ സാധിക്കുന്ന കാര്യമാണത്, തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണത്. അതോടൊപ്പം തന്നെ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം. തീർച്ചയായും നാം ആകുന്നു ഈ ഗ്രന്ഥം, ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അഥവാ മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാതെ നിലനിൽക്കുന്ന ദിവ്യമായ സ്രോതസ്സിൽ നിന്നുണ്ടായ വചനമാണ്, പടച്ചവന്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പരിശോധിച്ചുറപ്പ് വരുത്താൻ നമുക്ക് കഴിയും. അങ്ങനെ പരിശോധിച്ചുറപ്പ് വരുത്തിയിട്ടാണ് ഖുർആനിലെ നിയമങ്ങൾ ദൈവികമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവികമാണ് എന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ അത് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ ഒരിക്കലും ഇറങ്ങി വന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയാൻ യാതൊരു സാധ്യതയുമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച, പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതാണോ എന്ന് പരിശോധിച്ച് 100% ഉറപ്പുവരുത്താൻ കഴിയുന്ന സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ് മുസ്ലിങ്ങൾ അനുസരിക്കുന്നത്, അനുധാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പടച്ചവൻ അത് പറഞ്ഞതാണ്, യാതൊരു സംശയവുമില്ല.